നമസ്കാരമുണ്ട്. ഞാനിന്ന് നമ്മുടെ ടോമിച്ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക് ഒന്നുകൂടി വന്നേക്കാം. അപ്പോൾ ടോമിച്ചേട്ടൻ എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും, അതായത് ഇപ്പോൾ പയറ് പൊട്ടിക്കുകയാണെങ്കിലും വെണ്ടയ്ക്ക പൊട്ടിക്കുകയാണെങ്കിലും കോവയ്ക്ക പൊട്ടിക്കുകയാണെങ്കിലും ആളെന്നോട് പറയും ഒന്നാടെ അത് വന്ന് ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല, ആളുടെ വിഷമില്ലാത്ത പച്ചക്കറി അതാണല്ലോ. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് വന്ന് കണ്ട കാരണം കൊണ്ടാണ്. ഇവിടെ ആൾ വളരുന്നത് കോഴിക്കാട്ടം, ചാരം, പിന്നെ ചാണകം, ഇതാണ് ആൾ ഇവിടെ വളർന്നുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ആൾ ഫുൾ ടൈം ഈ പറമ്പിലാണ്. ആൾ വെയിലും മഴയും മഞ്ഞും അതൊന്നും ആൾക്ക് നെവർ മൈൻഡ്, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ വീണ്ടും എന്നെ വിളിച്ച് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ നല്ല പച്ചക്കറി വേണമെങ്കിൽ ഈ ടോമിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ടോമിച്ചേട്ടൻ കടയിൽ കൊടുക്കുന്നതിനേക്കാളും പൈസ കുറവിന് നമുക്ക് തരും. ഇവിടുത്തെ അടുത്തുള്ള അമ്മമാരും ഈ കടക്കാരൊക്കെ വന്ന ആളുടെ വീട്ടിൽ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് അത് മേടിക്കുക. ടോമിച്ചേട്ടാ എപ്പോൾ വന്നാലും ഇവിടെ തന്നെയാണല്ലോ. വാ, കുറച്ച് പേര് ഇന്ന് ഇരിക്കാം, ഒരല്പം പേരൊക്കെ ഒന്ന് വിശ്രമിക്കുക. ആളൊന്ന് ഒരല്പം നേരത്തേക്ക് നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് സംസാരിക്കാനുള്ള ഒരു ഇടം. അതായത് നാളികേരം നല്ല വെയിൽ വരുമ്പോൾ ചേട്ടനെ വെട്ടി കുടിക്കാം അല്ലേ? വെള്ളമുണ്ട്. ആ, ഒരല്പം നേരം ഇവിടെ ഇരിക്കുക. വാ, കുറെ നേരമായില്ലേ. അപ്പോൾ ഞാൻ ടോമിച്ചേട്ടൻ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് വർത്താനം പറഞ്ഞ ആൾക്കൊന്ന് റെസ്റ്റ് ആയിക്കോട്ടെ. ടോമിച്ചേട്ടൻ എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്ന്? വളരെ ചെറുപ്പത്തിൽ വന്നതാണോ? അല്ലെങ്കിൽ 15 വർഷമായി ഈ കൃഷി ഫീൽഡിലേക്ക് വന്നു. 15 വർഷം? അതിക്ക് മുന്നേ ഗൾഫിലായിരുന്നു ജോലി. അതെ, അത് ശരി. ഗൾഫിൽ ജോലിയായിരുന്നു. ഇപ്പോൾ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് അവിടെ വെൽഡറായിട്ട് ജോലിയായിരുന്നു. അവിടെ വെൽഡർ ജോലി വേണ്ടാന്ന് വെച്ചുകൊണ്ട് എന്നെ സപ്ലൈ കമ്പനിക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അവിടെ ഗൾഫിൽ. അതെ. അപ്പോൾ അവിടെ വേറെ സപ്ലൈ കമ്പനിക്ക് കൊടുത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ഈ ചെയ്യുന്ന പണി സൾഫ്യൂരിക് ആസിഡും കാർബൺ ഡൈഓക്സൈഡും മിക്സ് ചെയ്ത് അടിക്കുന്ന പണിയാണ്. മിഗ് വെൽഡറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ആ വെൽഡർ ജോലി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ചൂടുകൊണ്ട് കുട്ടികളുണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കളെയും മക്കളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പണി കാര്യമായിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പണി ഉപേക്ഷിച്ച് എത്രയും വേഗം നാട് പിടിക്കുകയാണ് ചെയ്തത്. അന്ന് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ വേറെ ജോലി തേടിയില്ല, പിന്നെ ഇത് തന്നെ ആയിരുന്നല്ലേ? വേറെ കൃഷി രീതിയിലേക്ക് തിരിഞ്ഞു. മാതാപിതാക്കള് കൃഷിക്കാരായിരുന്നു. അവർ പഠിപ്പിച്ചു തന്നതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്ന് കാണുന്നതൊക്കെ. ഞാൻ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നുള്ളൂ. 4 മക്കളാണ്. അതിലുള്ള ആൾ മരിച്ചുപോയി. ഇനി 3 മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ എൻ്റെ അനിയൻ ബിസിനസ്സുകാരനാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൊടകര തുടങ്ങി കൊളത്തൂർ, ചാലക്കുടി വരെ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. ഞങ്ങൾക്ക് ഡെയിലി ഒരു 6 ബാറുകാരും ഒരു 10-20 തട്ടുകടക്കാരും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റാണ്ട് ഞങ്ങൾ കുറേ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ സ്ഥിരമായി കടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സ്ഥിരമായി കടക്കാർക്ക് കൊടുക്കുന്നത് ഒരു കടകളിൽ കഴിഞ്ഞ് ചളിച്ചാൽ ബാക്കി എല്ലാ കടകളിലും കേടാന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ ആ കടകളിൽ നന്നായാൽ എല്ലാ കടകളിലും നന്നാവും. അപ്പോൾ ഞങ്ങൾ കൊടകരത്തെ വേസ്റ്റ് എടുക്കാറുണ്ട്. വേസ്റ്റ് എടുത്ത് ഞങ്ങൾ പച്ചക്കറിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളത് നിർത്തിയത്. അതിൽ കുപ്പി ഉടഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വാരാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ പരിപാടി ഞങ്ങൾ നിർത്തിയതാണ്. വേസ്റ്റ് എടുക്കുന്നത്. നിങ്ങളിവിടെ വന്ന് കാണുക, ഈ സത്യം മനസ്സിലാക്കുക, ഇത് വിലയിരുത്തുക. പിന്നെ ഈ കൃഷിയിൽ ചേട്ടൻ ആട്ടുംകാട്ടും ഉപയോഗിക്കാറുണ്ട്? ആട്ടുംകാട്ടം ഉപയോഗിക്കുന്നത് കുറവാണ്. ആട്ടുംകാട്ടം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും തന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ജാതിക്ക് തെങ്ങിനും. അല്ലാതെ പച്ചക്കറിക്ക് ഇത് വലിക്കാനുള്ള ഹെൽപ്പില്ല. ചൂടാണല്ലോ അല്ലേ? ചൂടല്ല. 3-4 മാസം കൃഷി നിൽക്കുള്ളൂ. ഈ 4 മാസത്തിൽ മേലെ പച്ചക്കറി കൃഷി നിൽക്കില്ല. ഒരു വിള. അപ്പോൾ ഈ 4 മാസത്തിനകത്ത് ഈ ആട്ടുംകാട്ടം വലിച്ചിട്ട് വരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ആട്ടുംകാട്ടം ഉപയോഗിക്കുന്നത് കുറവാണ്. അതേ സ്ഥാനത്ത് ഇത് കാടക്കാട്ടം ഉപയോഗിക്കാറുണ്ട്.
കാടക്കാട്ടം ഈ കോഴിക്കാട്ടത്തിൽ കൂടെ ചാണത്തിൽ കൂടെ ഒക്കെ മിക്സ് ചെയ്യാറ്. കാടയുടെ അല്ലേ? ആ. ആ ശരി. അതൊന്നും ഈ കോഴിക്കാട്ടം നല്ല തന്നെ ഇരിക്കുന്നതാണ്. ആ അപ്പോൾ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഈ എത്ര ഏക്കർ കൃഷി ചെയ്യലുണ്ട് ചേട്ടന്? ഇവിടെ 6 ഏക്കർ ഭൂമിയാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ പെരിയിരിക്കുന്ന കുറച്ച് സ്ഥലം ഒഴിച്ച് ബാക്കി പൂർണ്ണമായിട്ട്. അല്ല, ഞാൻ വീട്ടിൽ വന്ന വീടിന്റെ പരിസരത്തും ചുറ്റൊക്കെ മുറ്റത്തൊക്കെ കൃഷി വെച്ചിട്ടുണ്ട്, ചെടി വെച്ചിട്ടുണ്ടല്ലോ. മൊത്തം കൃഷിയാണ്. കൃഷിയിൽ 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലത്തോളം ഒഴുകി കിടക്കുന്നുണ്ട്. അതിൽ പിന്നെ കുറച്ച് ഒരു 3 മീൻകുളമുണ്ട്. നമുക്ക് ആ മീൻ ഒന്ന് കാണും വേണം. അത് പിടിക്കേണ്ടത് എന്തെങ്കിലും എന്നെ വിളിക്കട്ടോ. പിടിക്കണ അന്ന് വിളിച്ചാൽ മതി. 3 മീൻകുളം അടിച്ചിട്ടുണ്ട്. അത് 1 ലക്ഷം രൂപ ചെലവുണ്ട്. 1 ലക്ഷം രൂപയോളം ചെലവ് 3 കുളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുളത്തിൽ 3 സൈസ് മീൻ ഇട്ടിട്ടുണ്ട്. 3 അല്ല 5 സൈസ് മീൻ കിടക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ വാള, പിലോപ്പി, പരല്, അതുപോലെ കരിപ്പിടി, ഗ്യാസ് കാർ. അതെ, കുളം ഞാൻ കണ്ടു. പക്ഷെ അതില് പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കാനും മറന്നുപോയി. മീനുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ ഏതൊക്കെയാണെന്ന് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ അറിയണം. 5 സൈസ് മീൻ ആ കുളത്തിലുണ്ട്. അത് എനിക്കൊരു ആഗ്രഹമുള്ളത് ഒരു കോഴി ഫാമും കൂടി അടിക്കണം എന്നുള്ളതാണ്. ഇത് ആര് പറയുന്നത് മാതിരിയല്ല ഞാൻ പറയുന്നത്. 24 മണിക്കൂറും മണ്ണിലിടുന്നതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ മുറ്റത്ത് പള്ളിയുണ്ട്. പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ കുർബാന കഴിഞ്ഞ് വന്നാൽ മണ്ണിലാണ് ഗുസ്തി. മണ്ണിനോടാണ് മണ്ണിടുന്നത്. മണ്ണും നമ്മളും തമ്മിലാണ് ഗുസ്തി. അല്ല, അതിനൊരു പാട്ടുണ്ട്, മണ്ണിനോടാണ് നമുക്ക് നേരം വളർത്താനുള്ള ഇഷ്ടം. അതായത് മണ്ണില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഏക്കറായതൊന്നും സ്ഥലമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കൃഷിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പണിയെടുക്കലും. കാരണം എൻ്റെ അച്ഛൻ ഇതുപോലെ കൃഷിക്കാരനായിരുന്നു ചെറുപ്പത്തിലേ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കൊള്ളി നടലും പയർ നടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും അച്ഛനെല്ലാം മരിച്ചുപോയി. ഇപ്പം നമ്മൾ ഭാഗം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗം ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാവരും കൊടുത്ത് ചേട്ടനുള്ള ചേട്ടൻ, എനിക്കുള്ളത് എനിക്ക്. അപ്പോൾ എനിക്കിപ്പോൾ അന്ന് സ്ഥലം വിറ്റപ്പോൾ മേടിക്കാൻ നമ്മുടെ ചാലക്കുടിയിൽ അധികം ഭയങ്കര റേറ്റായിപ്പോൾ മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു സ്ഥലത്ത് ഒതുങ്ങി കൂടിയേക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് കൃഷിയും തെങ്ങും ആ പറമ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനസ്സിന് ഭയങ്കര കുളിർമയൊക്കെയാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ ഈ പറമ്പിലേക്ക് വരണം. മനസ്സിലായോ? അത് ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടും ഈ പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അത് ചേട്ടൻ്റെ വിളിക്കായിട്ട് ഇതിന് കാത് ഓർത്തിരിക്കുക. അപ്പം ഓടിയെത്തണേ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ 90% സത്യസന്ധമാണ് സുഹൃത്തുക്കളെ. എനിക്ക് ദാനം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം നാനാജാതി മതസ്ഥർക്കും ജാതിമത ഭേദമെന്നി കൊടിയുടെ കളർ നോക്കാതെ, പാർട്ടിയെ നോക്കാതെ, മതത്തെ നോക്കാതെ എൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം നാനാജാതി മതസ്ഥർക്കും കൊടുക്കും. അല്ല, അത് ഞാനന്ന് ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ ആൾക്കാർ കൂടിയിരിക്കണുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി ചേട്ടൻ കൊടുക്കണുണ്ട്. ചേട്ടാ ഇത് കൊണ്ടുപോകാനായിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ നമുക്ക് ഇത്ര നേരം ഞാൻ ചേട്ടൻ കൂടി ഒരു ആൾക്ക് റെസ്റ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. കണ്ടോ, ടോം ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഈ പയർ നോക്കി നോക്കുക. അതാണ് നമ്മുടെ ടോം ചേട്ടൻ കഷ്ടപ്പെടാനുള്ള ഒരു കൂലി തമ്പുരാൻ കൊടുക്കണ്ട അല്ലേ? ഇതേ പറയുന്നതല്ലത്. നിങ്ങൾ ഈ പയറിൻ്റെ ഗുണം കാണുക, ഇതിൻ്റെ ഭംഗി കാണുക, ഇതിൻ്റെ വലിപ്പം കാണുക. ഇവിടെ വീട്ടിൽ വന്ന ഇതുപോലെ നല്ല പയറ് പാവക്ക സാധനം എവിടെ കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. മണി പോലെ 10-15 കൊല്ലം മുന്നേ നമ്മുടെ പൂർവീകർ ചെയ്ത കൃഷിയുടെ രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. വണ്ടി വരും, വണ്ടി വരും. പയർ കാണുവാനോ ഇതുപോലത്തെ പയർ പൊഴിച്ച് പച്ചിക്കണം, മുളം പറന്ന് നീക്കും. ഇത് കാണുന്നു ഉണ്ടായി കിടക്കുന്ന കൃഷിയുടെ കാണുക, മനസ്സിലാക്കുക, നന്മയെ തിരിച്ചറിയുക, പാവങ്ങളെ സ്നേഹിക്കുക, ദീർഘായുസ് വിശ്രാനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഇതിലും കൂടുതൽ അടുത്ത പാവങ്ങളെ സഹായിക്കുവാനും ദീർഘായുസ്സുണ്ടാവാനും ഈശ്വരനാമത്തിനും ദൈവനാമത്തിനും പ്രാർത്ഥിക്കുക. ഇത് കഴിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കുക, നന്മകൾ ചെയ്യുക. ചേട്ടാ, ടോം ചേട്ടാ നീയല്ലേ? ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിലൊന്നും ചേട്ടനെ കണ്ടില്ല. ഇപ്പൊ എവിടേക്ക് കൊണ്ടുപോണേ? കടയില്.
ഷുഗർ തെങ്ങ വാറാണ്. ഈ പയറിൻ്റെ സൈഡിൽ ചീരിട്ടതാണ്. ഈ മഴയുടെ വെള്ളത്തിൻ്റെ ദൗർബല്യക്കുറവ് കൊണ്ടാണ് ഈ ചീരെല്ലാം മുളക്കുന്നത്. ഇതിൻ്റെ കടക്കിട്ടിരിക്കുന്നത് കോഴിക്കാട്ടവും എൻ്റെ വീട്ടിൽ കത്തിച്ച ചാരവും ഈ പുള്ളിക്കട്ട് കത്തിച്ച ചാരവും ചാണകത്തിൽ കടക്കിട്ടുള്ളൂ. അതിൻ്റെ കടക്കിട്ട് ഈശ്വരങ്ങളും നീളങ്ങളും ഉള്ളതുകൊണ്ട് കനാലിൽ വെള്ളം വെച്ചതുകൊണ്ട് കനാലിൽ വെള്ളമായി ആ വെള്ളം ഇത് പൂങ്കായിയായി ആ വീഡിയോ ഇത് പല ഭാഗം ആ കായ പൂങ്കായായിട്ട് 15 ദിവസം നടന്നിട്ടുണ്ട്. ഈ കൊള്ളിക്ക് പറിക്കാറായോ? ഈ കൊള്ളി 6 മാസമായിട്ടുണ്ട്. ആ ആ പയറിന്റെ ബാക്കിയുള്ള സ്ഥലത്താണ്. ആ ഇത് 6 മാസമായിട്ടുള്ളൂ. ഫുള്ളുണ്ടല്ലേ? ഫുള്ള് ഇതിപ്പോൾ എത്ര ഏക്കറിലാണ് ഈ കൊള്ളി? എത്ര ഏക്കറിലെ കൊള്ളി കുത്തിയാണ്? കൊള്ളി ഇവിടെ 3 ഏക്കറാണ്. ആണല്ലേ? ചേട്ടാ കോവയ്ക്ക പൊട്ടിക്കാറായല്ലോ? കോവയ്ക്കന് പൊട്ടിക്കാൻ വന്നാണ്. ആ സുഹൃത്തുക്കളെ, ഈ കോവയ്ക്ക നിങ്ങൾ കാണുക, ഇതിൻ്റെ വെറൈറ്റി മനസ്സിലാക്കുക. ഈ സത്യം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഒരു കൃത്യമോ ഇതിൻ്റെ കടയ്ക്ക് ചെയ്തിട്ടില്ല. ഇതാണ് നാടൻ കോവണം. ഇതിൻ്റെ വലുപ്പവും ഇതിൻ്റെ മണവും ഇതിൻ്റെ രുചിയും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഷുഗർ, കൊളസ്ട്രോള്, പ്രമേഹം, ഏറ്റവും നല്ലത് ഷുഗറിന് അതിരാവിലെ 2 എണ്ണം വെച്ച് കഴിച്ചാൽ ഷുഗർ വളരെ കുറയും. മൂക്കാത്ത സാധനം കഴിക്കണം. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം ഇതുമ്മ ആരും മരുന്നടിക്കില്ല. എന്താ വെച്ചാൽ ഇതുകൊണ്ട് മരുന്നടിച്ചാൽ ഇതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും ഇതുമ്മ മരുന്നടിക്കില്ല. നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. ഷുഗർ വളരെ കുറയും. ഇത് കാണുക, തേക്കൂ. ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആരോഗ്യത്തെ സംരക്ഷിക്കുക. ഇതിൻ്റെ ഉടുപ്പ് ആരംഭിക്കുകയാണ്. ആ മീൻ കുളത്തിലെ വെള്ളമാണ് ഇതിൻ്റെ കടയ്ക്ക് വിളിക്കണം. ഇതിൻ്റെ കടയ്ക്ക് വിളിച്ചാണ് ഇത് കാണുക. ഇതിൻ്റെ കടയ്ക്ക് വിളിച്ചാൽ പഴങ്കഞ്ഞെല്ലാം മാത്രമാണ്. പഴങ്കഞ്ഞെല്ലാം മാത്രമേ വിളിച്ചുള്ളൂ. ഇത് കേടുപോലെ തോന്നുന്നത് ഇത്തിരി മൂത്രം, ഗോമൂത്രം കൂടുതലായി തെളിച്ചപ്പോൾ. കാണുക, വെറുതെ പറഞ്ഞ് പോണതല്ല.